വത്സല ടീച്ചറുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന രണ്ടു പേരാണ് നമ്മുടെ അടുത്ത അതിഥികൾ. ഒരാൾ കവിയാണ്, മറ്റൊരാൾ ചിത്രകാരനാണ്. മൂന്നുപേരും മൂന്ന് വ്യത്യസ്ത മേഖലയിലുള്ളവർ. കഥാകാരിയും കവിയും ചിത്രകാരനും. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആത്മബന്ധം എന്ന് നമുക്ക് നോക്കാം. ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ മലയ തപ്പുണ്ണി, ശ്രീ മദനൻ. കഥയും കവിതയും രണ്ടാണ് അല്ലേ? പക്ഷെ അപ്പുണ്ണി സാറും ടീച്ചറുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആത്മബന്ധത്തിൻ്റെ തുടക്കം? 40 വർഷത്തിലേറെ പരിചയമുണ്ട്. മലപ്പുറം ജില്ലയിൽ തെക്കൻകുറ്റൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഞാൻ 21ാമത്തെ വയസ്സിലാണ് കോഴിക്കോട് നഗരത്തിൽ എത്തുന്നത് ജോലി നേടിയിട്ട്. അന്ന് മാതൃഭൂമിയിലും ജനയുഗത്തിലും ചന്ദ്രികയിലുമൊക്കെ കവിത എഴുതിയിരുന്നു. കേരള സാഹിത്യ സമിതിയുടെ വേദികളിൽ കവിത അവതരിപ്പിക്കേണ്ടതുണ്ട്. അന്ന് വത്സല ടീച്ചറും അവിടെ ഒരു പ്രായം കുറഞ്ഞ ഒരു അധ്യാപികയായിരുന്നു എന്നാണ് ഉണ്ട്. ചെറുകഥകളൊക്കെ മാതൃഭൂമിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. 10-24 വയസ്സോ മറ്റോ പ്രായമുള്ള അന്ന് അവർ അന്ന് ആണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ഓഫീസിനടുത്താണ് അവരുടെ താമസം. അവിടെ വെച്ച് കണ്ട് ആ പരിചയം ഇങ്ങനെ വളർന്ന് ഒരു ജ്യേഷ്ഠ സഹോദരിയുടെ രീതിയിലേക്ക് വളരുകയും അത് അങ്ങനെ വളർന്ന ഒരു ബന്ധമാണ്. കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ പലയിടത്തും ഒന്നിച്ചു പോകലും പിന്നെ ഒരു ജ്യേഷ്ഠ സഹോദരി ചെയ്യുന്നതുമായിട്ട് ആ വാത്സല്യ ശാസന ഉപദേശം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മദനാണ് ടീച്ചറിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത് അല്ലേ? ഇല്ലുസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. ഏതൊക്കെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി, ഏത് കഥാപാത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ടീച്ചറിൻ്റെ ഏത് കഥയ്ക്ക് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്? ഞാൻ 81 മുതലേ ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിലെ ഇല്ലുസ്ട്രേറ്ററായി ചേർന്നാണ്. അന്ന് താഴട്ട് ശങ്കരനായിരുന്നു അതിൻ്റെ എഡിറ്റർ. അന്ന് മുതലേ ഈ വത്സല ടീച്ചറുടെ കഥകൾക്ക് ഇല്ലുസ്ട്രേഷൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്ത് ഞാനിപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആദ്യം വത്സല ടീച്ചർ ഏത് കഥക്കാണ് വരച്ചതെന്ന് എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. ഈ അടുത്ത സമയത്ത് ഒരു 2 മാസം മുമ്പേ ഇവരുടെ ഏറ്റവും അവസാനം വന്ന ഒരു നോവൽ ആദിജലം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈ 1 മാസം മുമ്പേ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്ത് ഞാനായിരുന്നു. ആദിജലം കഴിഞ്ഞതിന് ശേഷം ഈ അടുത്തിറങ്ങിയ ഓണപ്പതിപ്പിൽ, മാതൃഭൂമി ഓണപ്പതിപ്പിൽ ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കഥ ഫ്ലൈ ഓവർ എന്ന് പറയുന്നൊരു കഥ വന്നിരുന്നു. അതിനും ഇല്ലുസ്ട്രേഷൻ ഞാൻ തന്നെയായിരുന്നു. ടീച്ചർക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ഒരു കഥാപാത്രത്തെ ടീച്ചർ മനസ്സിൽ കണ്ടത് അല്ലെങ്കിൽ അതൊരു പുസ്തകത്തിൽ ടീച്ചർ അതിനുള്ള വിവരണം കൊടുത്താൽ ഒരു ഇല്ലുസ്ട്രേറ്റർ എത്രമാത്രം അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും? വളരെയധികം ഉണ്ടെന്നാണ് തോന്നുന്നത്. വൈലോപ്പിള്ളി എൻ്റെ നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറഞ്ഞ നോവലിന് അവാർഡിന് പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുകയും അതിനെനിക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടുകയും ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതിൽ കഥാനായികയുടെ മുഖം ഇതിൻ്റെ ഒരു നല്ല ചിത്രം എനിക്ക് കിട്ടുന്നില്ല. കഥയും നോവലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. മുഖച്ഛായ എന്താണെന്നുള്ളത് അപ്പോൾ ആ മുഖച്ഛായ വരുത്തുന്നത് ചിത്രകാരന്മാരാണ് ശരിക്കും. അപ്പുണ്ണിയുടെ കവിതാ രീതി വേറെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പുണ്ണി ഫോണിൽ പറയും, ഞാൻ ഇപ്പോൾ 4 കവിത എഴുതിയിട്ടുണ്ട്, അതുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല കവിതയായിരിക്കും. അപ്പോൾ കവിതയെ സംബന്ധിച്ച് ഇരുന്ന് എഴുതേണ്ട അല്ല. അപ്പുണ്ണി എഴുതുന്നൊക്കെ ചെറിയ കവിതയായിരിക്കും, പെട്ടെന്നുണ്ടായി വരുമ്പോൾ തന്നെ അത് അപ്പം തന്നെ എഴുതും. സാഹിത്യരംഗത്തുള്ളൊരു പരിചയം മാത്രമല്ല, പിന്നെ സാറിന് ടീച്ചറുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധം ഉള്ള അല്ലേ, ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വ്യക്തി ജീവിതത്തിലെ ചില ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? ടീച്ചർ പാളയം എന്ന നോവൽ എഴുതിയിരുന്ന കാലത്ത് ഒരിക്കൽ ദിനപത്രങ്ങളിലൊക്കെ ഒരു വലിയ വാർത്ത, നോവൽ എഴുതിയെന്ന് അധ്യാപികയ്ക്ക് എതിരെ അച്ചടക്ക നടപടി എന്ന് അതൊരു വലിയ വാർത്തയായിട്ട് വന്നു. അപ്പോൾ ഈ പാളയം എന്ന നോവൽ എഴുതിയതിനാണ് അച്ചടക്ക നടപടി DOന്റെ മെമ്മോ കൊടുത്തിരുന്നു. അതാണ് വാർത്ത വന്നത്. അധ്യാപകരെ പറ്റിയിട്ടൊക്കെ അതിൽ പാളയത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ സാദൃശ്യമുള്ള ഒരു ടീച്ചർ അവരുടെ ഹസ്ബൻഡ് DOനോട് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എങ്ങനെയാണ് നോവൽ എഴുതുക,
ഗവൺമെൻറ് സർക്കാരിൻ്റെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ? KSRL അങ്ങനെ ഒരു സർവീസ് റൂളിൽ ഉണ്ടല്ലോ, പണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ ആ റൂള് പാലിക്കാതെയാണല്ലോ ചെയ്തത് എങ്കിൽ മറ്റേ ഒരു അവിടുത്തെ ഓഫീസിലത്തെ ഒരു ക്ലർക്ക് ഒരു ഇത് എഴുതി നോട്ട് എഴുതി DO അത് അപ്രൂവ് ചെയ്ത് മെമ്മോ ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിന് DD അപ്പോൾ അതിന് ടീച്ചർ മറുപടി കൊടുത്തത് അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് നോവൽ എഴുതുക എന്നുള്ളത്, അതിന് ചോദ്യം ചെയ്യാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ ഇടപെട്ട് പിന്നെ ആ കേസ് പിൻവലിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ കേസ് കേട്ടിട്ട് VK എനിക്കൊരു കത്തെഴുതി, ഹൂ ഈസ് ദാറ്റ് ഇല്ലിറ്ററേറ്റ് DD ടു ആസ്ക് യു ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് ഇറ്റ്. ശരി, അത് എന്നിട്ട് മാതൃഭൂമിയൊക്കെ പബ്ലിഷ് ചെയ്തു. ശരി, ഇല്ലിറ്ററേറ്റഡ് DD എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഏതോ ഒരു കഥയെപ്പറ്റി മാം പറഞ്ഞല്ലോ. ടീച്ചറുടെ ചെറുകഥകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് തോന്നുന്നൊരു കഥയുണ്ട്. അതിൻ്റെ പേര് ഉണിക്കോരൻ ചതോപാധ്യായ. ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഉണിക്കോരൻ ബംഗാളി സാഹിത്യം വായിച്ച് അത് മുഴുവൻ തലയ്ക്ക് പിടിച്ച് അദ്ദേഹം ബംഗാളി രീതി മുണ്ടുടുക്കി എപ്പോഴും ബംഗാളിലെ ഗ്രാമങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുകയും മുളങ്കാടുകളെക്കുറിച്ചും രവീന്ദ്ര സംഗീതമൊക്കെ ഇങ്ങനെ കേട്ട് അമ്മയെ ആരാധിക്കുകയും അതെ മനസ്സ് മുഴുവൻ വങ്കദേശത്തായിപ്പോയി. എന്നിട്ടപ്പോൾ ഇത് കേരളത്തിലാണ് പിന്നെ ഉടലെങ്ങും മനമങ്ങും എന്ന് പറയുന്നാല് ഇവിടെ ജീവിക്കുന്നതേ ഉള്ളൂ, മനസ്സ് മുഴുവൻ ബംഗാളില. അപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നം പോലെ ഒരു തീർത്ഥയാത്ര പോകുമ്പോൾ അദ്ദേഹം ബംഗാളിലേക്ക് യാത്രയാകുകയാണ്. പക്ഷെ അവിടെ കണ്ട ആ ഒരു കൽക്കത്ത ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് പാടെ വ്യത്യസ്തം. ആ ഭൂതകാലമൊക്കെ മുഴുവൻ മാറിപ്പോയില്ലേ. അപ്പം തകർന്ന ഹൃദയമൊക്കെ ആയിട്ട് ഉണിക്കോരൻ തിരിച്ചു വരുന്നതാണ് ആ കഥ. സാറിൻ്റെ കവിതയെ പറ്റി തന്നെ പറഞ്ഞു തരാം. മോള് കവിതകൾ പഠിക്കുകയും അത് ചൊല്ലുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഏതായാലും സാറിൻ്റെ ഒരു കവിത മോള് ചൊല്ലുന്നത് നമുക്കൊന്ന് കേൾക്കാം അല്ലേ? കേട്ടിട്ടില്ലേ തുടികൊട്ടും കല നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ വരവമ്പിളി പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം, കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കലപാലപ്പാടും പണ്ടങ്ങൾ, അരുകിനനുക്കണിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം, ചെപ്പിണ ചെമ്മണി കുത്തുമുലകളിൽ ചേലിലിഴയും പൂമാല്യം, പുറവടിവപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർക്കുഴൽ മുട്ടോളം, ചുവപ്പുകൾ മീതെ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട, അയ്യയ്യ വരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം, അയ്യയ്യ വരവമ്പിളി പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. രാവന്തിയോളം പണിയെടുത്തിട്ടും പട്ടിണി മാറാത്ത വയനാടൻ ആദിവാസിയുടെ ജീവിതം പറയുമ്പോൾ വത്സലയുടെ അക്ഷരങ്ങൾ അധികാരത്തോട് കലഹിക്കുന്നു. മലയാള നോവലിൽ ആദ്യമായി ആദിവാസി ജീവിതം ചിത്രീകരിച്ചത് ഒരുപക്ഷെ വത്സലയായിരിക്കണം. കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രവും രാഷ്ട്രീയവും മലയാളിയുടെ കഥാപാരായണത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്തു. ഒറ്റപ്പെട്ടവരുടെ, അടിമകളുടെ, സ്ത്രീകളുടെ, ഉഴുതുമറിക്കപ്പെടുന്ന പ്രകൃതിയുടെ, പച്ചപ്പിൻ്റെ നഷ്ടമാകുന്ന ജലത്തിൻ്റെ, വനജീവിതത്തിൻ്റെ അടരുകളിൽ നിന്നും വേദനയും പ്രതിരോധവും പ്രതിഷേധവും സ്നേഹവും സഹനവും പെയ്യുന്ന കഥകളാണ് ഈ കഥാകാരി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.